ഹലോ എവരി വൺ, ലേൺ ലൂപ്പ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് +1 ബയോളജിയിലെ ചാപ്റ്റർ 1 ദി ലിവിങ് വേൾഡ് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ലിവിങ്? വാട്ട് ഈസ് ലിവിങ് ഓർഗാനിസം? നമ്മളൊരു ലിവിങ് ഓർഗാനിസം അല്ലേ? ലിവിങ് ഓർഗാനിസത്തിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? നമ്മൾ ഒരു ലിവിങ് തിങ് ആണല്ലോ, ലിവിങ് ഓർഗാനിസം ആണല്ലോ. അപ്പം നമുക്ക് എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? റെസ്പിറേഷൻ ഉണ്ടായിരിക്കും അല്ലേ? റീപ്രൊഡക്ഷൻ ഉണ്ട്, റെസ്പിറേഷൻ നടക്കുന്നുണ്ട്, പിന്നെ ഒരുപാട് ഫുഡൊക്കെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്, എന്ന് വെച്ചാൽ ന്യൂട്രീഷനൊക്കെ നടക്കുന്നുണ്ട്. പ്രധാനമായിട്ട് എന്തായിരിക്കും കാണപ്പെടുക? ഗ്രോത്ത് കാണപ്പെടും, ഗ്രോത്ത് നടക്കുന്നുണ്ട്, വളർച്ച നടക്കുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് വികാസം നടക്കുന്നുണ്ട്. പിന്നെ എൻവയോൺമെൻറ്റിൽ ചേഞ്ചസ് ഒക്കെ നടക്കുമ്പോൾ അതിനനുസരിച്ച് സ്റ്റിമുലസ് ഒക്കെ വരാറുണ്ട്, അതിനൊക്കെ റെസ്പോൺസ് ചെയ്യാറുണ്ട്. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട്. നമ്മൾ തന്നെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് കഴിയുമ്പം നമ്മൾ കൈ ഇട്ടെടുക്കുമ്പം ചൂടാകുമ്പോൾ നമ്മൾ കൈ തിരിച്ചെടുക്കുകയില്ല. അതുപോലെ ഓരോ സ്റ്റിമുലസൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് റെസ്പോൺസ് ചെയ്യാനുള്ള കഴിവൊക്കെ ലിവിങ് ഓർഗാനിസത്തിന് എബിലിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് മൂവ്മെൻറ്റ് നടക്കാറുണ്ട്, റീപ്രൊഡക്ഷൻ നടക്കാറുണ്ട്, റെസ്പിറേഷൻ നടക്കാറുണ്ട്. പിന്നെ എന്തൊക്കെയാണ് മെയിനായിട്ട് നടക്കുന്നത്? ആക്ടിവിറ്റീസ് നടക്കാറുണ്ട്. ഏതൊക്കെ തരം ആക്ടിവിറ്റീസ് ആയിരിക്കും? ഫിസിക്കലുണ്ടായിരിക്കും, കെമിക്കലുണ്ട്, ബയോളജിക്കൽ, മറ്റ് പല ആക്ടിവിറ്റീസും നടക്കാറുണ്ട്. ഇനി നമുക്ക് ലിവിങ് ഓർഗാനിസത്തിൻ്റെ പല ഫീച്ചേഴ്സ് നമുക്ക് പരിചയപ്പെടാം. ഏതൊക്കെയായിരിക്കും? ഗ്രോത്ത് ഉണ്ട്, മെറ്റബോളിസം, റീപ്രൊഡക്ഷൻ, ഫോട്ടോ പീരിയഡ് എഫക്ട്സ്, സെൽഫ് കോൺഷ്യസ്നെസ്, ദെൻ മറ്റ് പല ഫീച്ചേഴ്സും നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഫീച്ചേഴ്സാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓൾ ലിവിങ് ഓർഗാനിസം ഗ്രോസ്. എല്ലാ ജീവജാലങ്ങളുടെയും വളർച്ചയാണ് നോക്കുന്നത്. അവർ എങ്ങനെയാണ് വളരുന്നത്? അവരുടെ ബോഡി മാസിലെ വർധനവ്, പിന്നെ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സെൽസിൻ്റെ ഇൻക്രീസിങ്. പിന്നെ പ്ലാന്റ്സിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ അവർക്കൊരു ലൈഫ് സ്പാൻ കാണും. അതുവഴി അവർ സെൽ ഡിവിഷൻ ഒക്കർ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് സെൽ ഡിവിഷൻ നടന്നുകൊണ്ടിരിക്കുക അവരുടെ ലൈഫ് സ്പാനിലൂടെ. അപ്പോൾ അതിനനുസരിച്ച് അവർ ഗ്രോ ചെയ്യുന്നു. ആനിമൽസിനൊക്കെ ആണെങ്കിൽ, എക്സാമ്പിൾ നമ്മുടെ കേസൊക്കെ നോക്കുവാണെങ്കിൽ തന്നെ നമുക്കൊരു സെർട്ടൈൻ ഏജ് കാണും. ആ സെർട്ടൈൻ ഏജിനുള്ളിലാണ് ഗ്രോത്ത് നടക്കുന്നത്. സെൽ ഡിവിഷൻ ഒക്കർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നമുക്ക് കുറച്ച് സെൽസൊക്കെ ലോസ്റ്റ് ആയിട്ടുള്ള സെൽസ് ഒരുപാടുണ്ട്, അതൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ ടിഷ്യൂസോ അല്ലെങ്കിൽ സെൽസോ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെയാണ് സെൽ ഡിവിഷൻ നടക്കുന്നത്. അതിലൂടെ ഓർഗാനിസം ഗ്രോ ചെയ്യുന്നു. യൂണിസെല്ലാറും മൾട്ടിസെല്ലാർ ഓർഗാനിസം ഒക്കെ വളരുന്നത് എങ്ങനെയാണ്? സെൽ ഡിവിഷനിലൂടെയാണ് വളരുന്നത്. അത് നമുക്കറിയാം. യൂണിസെല്ലാർ ഓർഗാനിസം ഒക്കെ എങ്ങനെയാണ്? ഒരു സെല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയത്. മൾട്ടിസെല്ലാർ ഓർഗാനിസം ആണെങ്കിലോ ഒരുപാട് മില്യൺസ് ഓഫ് സെൽസ് കൊണ്ട് ഉണ്ടാക്കിയാണ് മൾട്ടിസെല്ലാർ ഓർഗാനിസം ഒക്കെ. ഇവിടെയാണെങ്കിൽ ഒരുപാട് എനർജിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ATP പ്രൊഡ്യൂസ് ചെയ്ത ATPനെ ഒരുപാട് റിലീസ് ചെയ്യുന്നുണ്ട്. മറ്റേ അനബോളിസത്തിലാണെങ്കിലോ എനർജീനെ റിക്കവർ ചെയ്യുകയാണ്, കാറ്റബോളിസത്തിന് എനർജിയെ റിലീസ് ചെയ്യിക്കുകയാണ്. അവിടെ കമ്പയർ ചെയ്ത് നോക്കി പഠിച്ചാലും മതി, അതാണ് ഏറ്റവും ഉചിതം. നമ്മുടെ ശരീരത്തിലെ സെല്ലാർ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്ത എനർജീനെ പ്രൊവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. കാറ്റബോളിസം നമ്മുടെ ശരീരത്തിൽ സെല്ലാർ ആക്ടിവിറ്റീസ് നടക്കാൻ വേണ്ടി അവിടെ എനർജീനെ പ്രൊവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നവരാണ് ഈ കാറ്റബോളിസം. ബ്രേക്കിംഗ് ഡൗൺ മെക്കാനിസം ആയിട്ടുള്ള കാറ്റബോളിസാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഡൈജഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഡൈജഷൻ പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ ഡൈജഷൻ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗ്ലൈക്കോളിസിസ് എന്ന പ്രോസസ്സിൽ നടക്കുന്നുണ്ട്. സെല്ലാർ റെസ്പിറേഷൻ, ഇതിലൊക്കെയും ഈ കാറ്റബോളിസം പ്രോസസ്സ് നടക്കുന്നുണ്ട്. അടുത്ത ഫീച്ചറാണെന്ത്? ഫോട്ടോ പീരിയഡ് എഫക്ട്സ്. ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് സീസണൽ ബ്രീഡേഴ്സ്, പ്ലാന്റ്സ്, ആനിമൽസ് പോലുള്ള സീസണൽ ബ്രീഡേഴ്സിൻ്റെ റീപ്രൊഡക്ഷനിലാണ് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. നമ്മൾ പ്ലാന്റ്സിൻ്റെ കേസാണെങ്കിൽ ഇപ്പം വിഷു
വിഷു എന്ന സീസണിൽ വരുമ്പോൾ കണിക്കൊന്നയല്ലേ പൂക്കുന്നത്. അപ്പം ഓണമൊക്കെ ആകാറായി. ഓണമാകുമ്പം കളർഫുള്ളായിട്ടുള്ള പല ചെടികളും ഫ്ലവറിങ് ചെടികളാണ്. ചെത്തി, ചെമ്പരത്തി അതുപോലുള്ള പല പൂക്കളുമൊക്കെ വിരിയുന്ന സമയമാണ് ഇപ്പോൾ. ഓരോന്നിനും ഓരോ സീസൺസ് ഉണ്ട്. ഏപ്രിൽ സമയത്താണെങ്കിൽ ഏപ്രിൽ ലില്ലി, അതുപോലെ ഓരോ ഫ്ലവേഴ്സ് ആയിരിക്കും. അതിൻ്റേതായ സീസൺസിനൊക്കെ ഫ്ലവറിങ് നടക്കുന്നുണ്ട്. പിന്നെ മൈഗ്രേഷൻ ബേർഡ്സ്, ഇപ്പോൾ ചൂട് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ അവിടെ നിന്നും മൃഗങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക്, നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു. അതിലൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ ഗ്രോത്തിൽ, ഡെവലപ്മെൻറ്റിലൊക്കെ അവിടെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഡോർമെൻസി, പിന്നെ മറ്റ് പല ആക്ടിവിറ്റീസിലൊക്കെ നടക്കുന്നുണ്ട്. ഇതിന് ഏറ്റവും ലാസ്റ്റത്തെ ഫീച്ചറാണ് എന്ത്? സെല്ലുലാർ ഓർഗനൈസേഷൻ. സെക്കൻഡ് ലാസ്റ്റ് സെല്ലുലാർ ഓർഗനൈസേഷൻ. സെല്ലുലാർ ഓർഗനൈസേഷൻ എന്നത് ലിവിങ് സെൽസിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റാണ്. അത് നമ്മുടെ ലൈഫിലുള്ള ഉടനീളമായിട്ടുള്ള എസെൻഷ്യൽ ലൈഫ് പ്രോസസ്സിൽ ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരു ലിവിങ് സെൽസിൻ്റെ അറേഞ്ച്മെൻറ്റാണ് സെല്ലുലാർ ഓർഗനൈസേഷൻ. നമ്മുടെ ലൈഫിലുടനീളം നടക്കുന്ന പല പ്രോസസ്സുകളാണ്. ന്യൂട്രീഷൻ ഉണ്ട്, റെസ്പിറേഷൻ ഉണ്ട്, എക്സ്ക്രീഷൻ ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്, റീപ്രൊഡക്ഷൻ ഉണ്ട്. ഇവയെല്ലാം ക്യാരി ഔട്ട് ചെയ്യുന്നത് ഈ സെല്ലുലാർ ഓർഗനൈസേഷനാണ്. ഈ സെല്ലുലാർ ഓർഗനൈസേഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുക? സെൽസ് ഉണ്ടാകുന്നു. ഈ ഒരുപാട് സെൽസ്, ഒരു കൂട്ടം സെൽസ് കൂടിച്ചേർന്ന് ടിഷ്യൂസ് ആയിട്ട് മാറുന്നു. ടിഷ്യൂസ് എല്ലാം കൂടി ചേർന്ന് ഒരു ഓർഗനായി മാറുന്നു. ഓർഗൻ എല്ലാം കൂടി ചേർന്നിട്ട് ഓർഗൻ സിസ്റ്റമായിട്ട് മാറുന്നു. അത് നെർവ് സിസ്റ്റം, അതുപോലെ സ്കെൽറ്റൽ സിസ്റ്റം, അതുപോലെ പല സിസ്റ്റങ്ങളും കാണും. ആ സിസ്റ്റങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഓർഗാനിസമായിട്ട് മാറുന്നത്. യൂണിസെല്ലുലാർ ഓർഗാനിസം നമ്മൾ പിന്നെ പറഞ്ഞിരുന്നു. മേഡപ്പ് ഓഫ് ഓൺലി വൺ സെൽ. ഒരു സെല്ലും കൊണ്ട് ഉണ്ടാക്കിയാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം എന്ന് പറയുന്നത്. എപ്പോഴാണ് സെൽ ഡിവൈഡ് ചെയ്യുന്നത്? ആ 2 ന്യൂ ഡോട്ടർ സെൽസ് ആയിട്ടാണ് മാറുക. ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 ന്യൂ ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നു. ഇതൊരു റീപ്രൊഡക്ഷൻ മെത്തേഡായിട്ട് മെയിൻലി പറയാൻ പറ്റും. ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിനെ ഗ്രോത്ത് ആയിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. എക്സാമ്പിളായിട്ട് അമീബ, ബാക്ടീരിയ. അമീബ ഒരു സിംഗിൾ സെല്ലാണ്, ബാക്ടീരിയ ഒരു സിംഗിൾ സെല്ലാണ്. അത് ഡിവൈഡ് ചെയ്താൽ 2 സെൽസായിട്ട് മാറുമല്ലോ. മൾട്ടിസെല്ലുലാർ ഓർഗാനിസം എന്താണ്? ഒരുപാട് സെൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. ഇവരുടെ ബോഡിയിലുള്ള നമ്പർ ഓഫ് സെൽസ് എത്ര ഇൻക്രീസ് ചെയ്യുന്നു അത്രത്തോളം മൾട്ടിസെല്ലുലാർ ഓർഗാനിസം ഗ്രോ ചെയ്യുകയാണ്. ഇത് ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓർഗാനിസം അവർ വളരുകയും അവർക്ക് ഡാമേജ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസൊക്കെ അവർ റീപെയർ ചെയ്യുന്നു. ഓൾഡ് ആയിട്ടുള്ള ഡെഡ് സെൽസൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ സെൽസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നു. അതിലും വഴിയാണ് സെൽ ഡിവിഷനൊക്കെ നടക്കുന്നത്. ഈ സെൽ ഡിവിഷൻ നടക്കുമ്പോഴാണ് ഈ ഡാമേജ് ആയിട്ടുള്ള ടിഷ്യൂസൊക്കെ റീപെയർ ചെയ്യുന്നതും ഓൾഡ് ആയിട്ടുള്ള ഡെഡ് സെൽസൊക്കെ മാറ്റിയിട്ട് ന്യൂ സെൽസൊക്കെ റീപ്ലേസ് ചെയ്യുന്നതും ഒക്കെ വഴിയാണ് ഓർഗാനിസം ഗ്രോ ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് പറയുന്നത് ഹ്യൂമൻസ്, പ്ലാന്റ്സ്, ഡോഗ്സ്, ഇവയൊക്കെ മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ എക്സാമ്പിളാണ്. എന്തുകൊണ്ടാണ് ഇവർ സെൽ ഡിവിഷൻ വഴി ഗ്രോ ചെയ്യുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും? ഒരിക്കലും ലാർജ് സെൽസുകൾ അവരുടെ ന്യൂട്രിയൻസും വേസ്റ്റസും ഒരിക്കലും എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആയ DNA ഒന്ന് നോക്കിയാലോ, അവർക്ക് എക്സസീവ് ആയിട്ടുള്ള വലിയ ലാർജ് സെൽസ് ഒന്നും ഒരിക്കലും അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല ഒരു DNA ജനറ്റിക് മെറ്റീരിയലിന്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും, ഒരു ഇൻഡിവിജ്വൽ സെൽസിൻ്റെ അൺലിമിറ്റഡ് ആയിട്ടുള്ള എൻലാർജ്മെൻറ്റിനേക്കാളും കൂടുതൽ നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്യുന്നു സെൽ ഡിവിഷൻ വഴി. അതിലൂടെയാണ് ഓർഗാനിസം ഗ്രോ ചെയ്യുന്നത്. എല്ലാ ജീവജാലങ്ങളും ഗ്രോ ചെയ്യുന്നുണ്ട്. പക്ഷേ ലിവിങ് സെൽസ് മാത്രമാണോ ഗ്രോ ചെയ്യുന്നത്? അല്ല. നോൺ ലിവിങ് തിങ്സും ഒക്കെ, നോൺ ലിവിങ് ഓർഗാനിസം അതേതൊക്കെ ആയിരിക്കും? മൗണ്ടെയ്ൻസ്, സാൻഡ് മൗണ്ട്സ്, ബൗൾഡേഴ്സ്, ഇവയൊക്കെ വളരുന്നുണ്ടല്ലേ. അവരെങ്ങനെയൊക്കെ ആയിരിക്കും വളരുന്നത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവരുടെ മെറ്റീരിയൽസൊക്കെ എർത്തിൻ്റെ സർഫസിൽ ഒരുപാട് അക്യുമുലേറ്റ് ചെയ്ത് കാണപ്പെടും.
അങ്ങനെ ഒരുപാട് അക്യുമുലേറ്റ് ചെയ്ത് വരുമ്പോഴാണ് ഇവർ ഈ റോക്സും മൗണ്ടെയ്ൻസും സാൻഡ് മൗണ്ട്സ് ഒക്കെ ഗ്രോ ചെയ്യുന്നത്. ഇതൊരു നോൺ ലിവിങ് തിങ്സുകളാണ്. ഇവരൊക്കെ ഗ്രോ ചെയ്യുന്നത് അങ്ങനെയാണ്. പുതിയ സ്പീഷീസുള്ള ജീവജാലങ്ങൾ പുതിയൊരു ഓസ്പ്രിങ്സ് അല്ലെങ്കിൽ പുതിയൊരു ഇൻഡിവിജ്വലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ഒരു സ്പീഷീസിൻ്റെ കണ്ടിന്യൂട്ടീനെ, സർവൈവലിനെ എൻഷുർ നയിക്കുന്നുണ്ട്. 2 തരത്തിലെ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഒന്ന് അസെക്ഷൽ, ഒന്ന് ബോഡിക്ക് പുറത്തായിട്ടും ഒന്ന് ബോഡിയുടെ ഉള്ളിലായിട്ടും സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇവരുടെ വ്യത്യാസത്തിലൂടെ ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെയും സെക്ഷൽ റീപ്രൊഡക്ഷൻ ഡിഫറൻസിലൂടെ നമുക്ക് ഇവരെ പരിചയപ്പെടാം. അടുത്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഡിഫറൻസ് നോക്കുക. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഒരു പേരൻ്റേ ഉൾപ്പെടുകയുള്ളൂ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ 2 പേരൻസ് ഉൾപ്പെടുന്നുണ്ട്. അവിടെ മെയിലും പേരൻ്റ് ഫീമെയിൽ പേരൻ്റ് ഉൾപ്പെടുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഗമേറ്റ്സിൻ്റെ ഫ്യൂഷൻ നടക്കുമോ? ഇല്ല. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ മെയിൽസിൻ്റെ ഫീമെയിൽസിൻ്റെ ഗമേറ്റ്സുകളുടെ ഫ്യൂഷൻ നടന്നിട്ട് അവിടെ പുതിയൊരു സൈഗോട്ട് ഫോം ചെയ്യുകയാണ്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓസ്പ്രിങ്സ് അവരുടെ പേരൻസുമായിട്ട് അതേ ജനറ്റിക്കലി ഐഡൻറ്റിക്കലായിട്ട് കാണപ്പെടുന്നുണ്ട്. പക്ഷേ സെക്ഷലിൽ അങ്ങനെ കാണപ്പെടുമോ? ഇല്ല. ജനറ്റിക്കലി ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെ മൈറ്റോസിസ് എന്ന പ്രോസസ്സ് അസെക്ഷൽ റീപ്രൊഡക്ഷനിലാണ് നടക്കുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിലോ മിയോസിസ് പ്രോസസ്സാണ് ഉൾപ്പെടുന്നത്. അത് എന്തിനു വേണ്ടിയായിരിക്കും? അവരുടെ ഗമേറ്റ് ഫോർമേഷനും ഫെർട്ടിലൈസേഷനും വേണ്ടിയാണ് ഈ പ്രോസസ്സ് ഇൻവോൾവ് ആയിരിക്കുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ പ്രോസസ്സാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിലോ സ്ലോവർ ആയിരിക്കും. പക്ഷേ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള നമ്മൾ മുന്നേ പറഞ്ഞു ജനറ്റിക് വേരിയേഷൻ ഒരിക്കലും അസെക്ഷൽ റീപ്രൊഡക്ഷന് നടക്കില്ല. നടക്കും, ബട്ട് ചെറിയ വേരിയേഷനൊക്കെ കാണത്തുള്ളൂ. പേരൻസുമായിട്ട് ജനറ്റിക്കലി ഐഡൻറ്റിക്കലായിരിക്കും ഓസ്പ്രിങ്സ്, പക്ഷേ ജനറ്റിക് വേരിയേഷനൊക്കെ ചെറുതായിട്ടേ കാണപ്പെടുള്ളൂ. പക്ഷേ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസിൽ വരുവാണെങ്കിൽ ഓസ്പ്രിങ്സ് പേരൻസിനേക്കാളും ജനറ്റിക്കലി ഡിഫറൻ്റ് ആണെങ്കിൽ പോലും അവരുടെ ജനറ്റിക് വേരിയേഷൻ വളരെ ഹൈ ആണ്. അവിടെ ഡിഫറൻസ് കൂടുന്തോറും വേരിയേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിലാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അമീബ, ഹൈഡ്ര, ഈസ്റ്റ് പോലുള്ളതൊക്കെ എക്സാമ്പിളായിട്ട് എടുക്കാൻ സാധിക്കും. ഹൈഡ്ര, ഈസ്റ്റ് ഒക്കെ ബഡ്ഡിങ് വഴിയാണ്. പ്ലാനേറിയ പോലുള്ള പ്ലാറ്റ്ഫോം വേംസിലൊക്കെ ആണെങ്കിൽ ഫ്രാഗ്മെൻറ്റേഷൻ വഴിയാണ് നടക്കുന്നത്. ഫ്രാഗ്മെൻറ്റേഷൻ നമുക്കറിയാലോ, ഒരു ഓർഗാനിസത്തെ ചെറിയ സ്മോൾ പീസസ് ആയിട്ട് തിരിച്ചിട്ട് ആ സ്മോൾ പീസസ് പുതിയൊരു ബാക്ടീരിയ ആയിട്ട് വളരുന്നു. അതാണ് ഫ്രാഗ്മെൻറ്റേഷൻ. ഓക്കെ. ബഡ്ഡിങ് ആണെങ്കിലോ ഒരു സിംഗിൾ പേരൻറ്റിൽ നിന്നും ചെറിയൊരു ബഡ് ഫോം ചെയ്തിട്ട് ആ പേരൻറ്റിൽ നിന്നും ഈ ന്യൂ ബഡ് ഡിറ്റാച്ച് ചെയ്തിട്ട് പുതിയൊരു ബാക്ടീരിയ ആയിട്ട് വളരുകയാണ് ചെയ്യുന്നത്. അതാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. സ്റ്റേബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ സൂട്ടബിൾ ആണ്. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ വരുവാണെങ്കിൽ തന്നെ അവിടുത്തെ ഓർഗാനിസം സഹായിക്കുന്നുണ്ട്. എങ്ങനെ? എൻവയോൺമെൻറ്റിൽ ഓരോ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അതിനോട് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാൻ ഓർഗാനിസത്തിന് ജീവിക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ. എക്സാമ്പിൾ ഹ്യൂമൻ, ബേർഡ്സ്, ഫിഷ് ഇതൊക്കെ എക്സാമ്പിളായിട്ട് എടുക്കാൻ സാധിക്കും. അടുത്തൊരു മെയിൻ ഫേസാണ് മെറ്റബോളിസം. നമ്മൾ മുന്നേ പറഞ്ഞത് ലിവിങ് ഓർഗാനിസത്തിൽ പല ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. കെമിക്കലാവാം, ഫിസിക്കലാവാം, ബയോളജിക്കലാവാം. കെമിക്കലും ഫിസിക്കലും ഒക്കെ കെമിക്കൽ മെറ്റബോളിസം നടക്കുന്നത് നമ്മുടെ ബോഡിയിലാണ്. എല്ലാ കെമിക്കൽ റിയാക്ഷത്തിൻ്റെ സം ടോട്ടലിനെ പറയുന്നതാണ് മെറ്റബോളിസം. മെറ്റബോളിസത്തിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അടുത്താണ് മെറ്റബോളിസം. മെറ്റബോളിസം എന്താണ്? സം ടോട്ടൽ ഓഫ് ഓൾ കെമിക്കൽ റിയാക്ഷൻ ഓക്കർ ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആകെത്തുകയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. മെറ്റബോളിസം 2ആയിട്ട് നമുക്ക് തരംതിരിക്കാം, അനബോളിസവും കാറ്റബോളിസം. പക്ഷേ മെറ്റബോളിസം ഒരിക്കലും നോൺ ലിവിങ് ഒബ്ജക്ട്സിൽ എക്സിബിറ്റ് ചെയ്യത്തില്ല. അനബോളിസം എന്താണ്? ഒരു ബിൽഡിംഗ് അപ്പ് മെക്കാനിസമാണ്. ഒരുപാട് കുറേ സിംപ്ലർ ആയിട്ടുള്ള വൺസ് കാണും. അതിൽ നിന്നും കുറേ
കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസ് ബിൽഡപ്പ് ചെയ്യുന്നു. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പ് പൊടികൾ. ഗോതമ്പ് പൊടി വാങ്ങിച്ചെന്ന് വെച്ചോ, ആട്ടയുടെ ഗോതമ്പ് പൊടി. ആട്ട വാങ്ങിച്ചെന്ന് വെച്ചാൽ അത് ഗോതമ്പ് പൊടിയല്ലേ കിട്ടുന്നത്. ആ ഗോതമ്പ് പൊടി വാങ്ങിച്ചിട്ട് നമ്മൾ ഇന്ന് വൈകുന്നേരം ഗോതമ്പ് ദോശ ഉണ്ടാക്കുകയെന്ന് വെച്ചോ, അപ്പം ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചോ, ആദ്യം നമ്മൾ ആ ഗോതമ്പ് പൊടിയെല്ലാം കൂടെ വെള്ളമൊക്കെ ഇട്ട് ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് ശർക്കരയിട്ട് കുഴച്ച് വലിയൊരു ബോൾ പോലെ ഷേപ്പ് പോലെ ആവുകയല്ലേ. അപ്പോൾ ഒരു കോംപ്ലക്സ് ആയിട്ട് മാറുകയില്ലേ. അതിന് മുമ്പ് തന്നെ ഗോതമ്പ് പൊടിയൊക്കെ ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, കുഞ്ഞു കുഞ്ഞു മെറ്റീരിയലാണ്, മോളിക്യൂൾസാണ്, ചെറിയ ചെറിയ മെറ്റീരിയൽസാണ്. അതെല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടിക്കുഴച്ച് ഒരു വലിയൊരു ഷേപ്പായിട്ട് മാറും. അതൊരു വലിയ കോംപ്ലക്സ് ആയിട്ട് മാറും അല്ലേ. ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിമ്പിളായി കാണിച്ചു തന്ന കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ ബിൽഡപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, അനബോളിസം എന്ന് പറയുന്നത്. ഒരുപാട് എനർജി ATP പോലുള്ള ഒരുപാട് എനർജിനെ റിക്കവർ ചെയ്യുന്നുണ്ട്. ഗ്രോത്തിനും പിന്നെ ഡാമേജ് ആയിട്ടുള്ള ടിഷ്യൂനെ റിപ്പയർ ചെയ്യിക്കാനും സ്റ്റോറേജ് മെറ്റീരിയൽസ്, മിനറൽസ്, പിന്നെ അതുപോലെ പല ന്യൂട്രിയൻസ് അതൊക്കെ സ്റ്റോർ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കും ഈ അനബോളിസം ഒക്കെ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ്, ഗ്ലൈക്കോജൻ ഫോർമേഷൻ, ഫോട്ടോസിന്തസിസ് ഒക്കെ അനബോളിസത്തിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾസാണ്. അതാണ് കാറ്റബോളിസം. കാറ്റബോളിസം ഒരു ബ്രേക്ക് ഡൗൺ പ്രോസസ്സാണ്. എക്സാമ്പിളായിട്ട് ഡൈജഷനിലൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കാറ്റബോളിസമാണ്. ഇവിടെ ബ്രേക്ക് ഡൗൺ പ്രോസസ്സാണ് നടക്കുന്നത്. ഒരു സിമ്പിളർ വൺസിനെ കോംപ്ലക്സ് മോളിക്യൂൾസ് ആയിട്ട് ബ്രേക്ക് ആക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് വീട് പണി നടക്കുകയെന്ന് വെച്ചാൽ വാനം മാന്തി. അപ്പം വാനം മാന്തി കഴിയുമ്പം അവിടെ കുറേ പാറക്കല്ല് അവിടെ കിടക്കുക. ആ പാറക്കല്ല് പൊട്ടിക്കുമ്പോൾ പാറക്കല്ല് വലിയൊരു സാധനമാണല്ലോ, അത് വെച്ചിട്ട് അടിക്കുമ്പോൾ എങ്ങനെ ചെറിയ ചെറിയ മോളിക്യൂൾസ് ആയിട്ടില്ലേ, ചെറിയ ചെറിയ കല്ലുകളായിട്ടല്ലേ വരിക. അപ്പം അത്ര വലിയൊരു സാധനം ഒരു ചുറ്റിയും വെച്ച് അടിച്ച് കഴിയുമ്പം ചെറിയ ചെറിയ കല്ലുകളായിട്ട് സ്മോൾ പീസസ് ആയിട്ട് മാറുകയില്ല. അപ്പം അതൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. പക്ഷെ അത് പരീക്ഷിക്കുന്നു എഴുതരുത്. കാറ്റബോളിസം ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്ത് കണ്ടാൽ മതി. ഒരു വീടിന് വാനം മാന്തുമ്പോൾ ഒരു വാനം മാന്തി കഴിഞ്ഞ് അതിന് ഇടുന്ന പാറക്കല്ല് ഒരു ചുറ്റിയും വെച്ച് അടിച്ച് പൊട്ടിക്കുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറുകയില്ല. അതുപോലെ തന്നെയുള്ളൂ കാറ്റബോളിസം. കോംപ്ലക്സ് ആയിട്ടുള്ള വലിയ മോളിക്യൂൾസിൽ നിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിളർ വൺസായിട്ട് മാറുന്ന ഒരു ബ്രേക്കിംഗ് ഡൗൺ പ്രോസസ്സാണ് എന്ത്, കാറ്റബോളിസം എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ ഒരുപാട് എനർജിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ATP പ്രൊഡ്യൂസ് ചെയ്ത ATPനെ ഒരുപാട് റിലീസ് ചെയ്യുന്നുണ്ട്. മറ്റേ അനബോളിസത്തിലാണെങ്കിലോ എനർജീനെ റിക്കവർ ചെയ്യുകയാണ്, കാറ്റബോളിസത്തിന് എനർജിയെ റിലീസ് ചെയ്യിക്കുകയാണ്. അവിടെ കമ്പയർ ചെയ്ത് നോക്കി പഠിച്ചാലും മതി, അതാണ് ഏറ്റവും ഉചിതം. നമ്മുടെ ശരീരത്തിലെ സെല്ലാർ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്ത എനർജീനെ പ്രൊവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. കാറ്റബോളിസം നമ്മുടെ ശരീരത്തിൽ സെല്ലാർ ആക്ടിവിറ്റീസ് നടക്കാൻ വേണ്ടി അവിടെ എനർജീനെ പ്രൊവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നവരാണ് ഈ കാറ്റബോളിസം. ബ്രേക്കിംഗ് ഡൗൺ മെക്കാനിസം ആയിട്ടുള്ള കാറ്റബോളിസമാണ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഡൈജഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഡൈജഷൻ പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ ഡൈജഷൻ നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ കഴിക്കുന്ന ഫുഡിന് ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗ്ലൈക്കോളിസിസ് എന്ന പ്രോസസ്സിൽ നടക്കുന്നുണ്ട്. സെല്ലാർ റെസ്പിറേഷൻ, ഇതിലൊക്കെയും ഈ കാറ്റബോളിസം പ്രോസസ്സ് നടക്കുന്നുണ്ട്. അടുത്ത ഫീച്ചറാണെന്ത്, ഫോട്ടോ പീരിയഡ് എഫക്ട്സ്. ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് സീസണൽ ബ്രീഡേഴ്സ്, പ്ലാന്റ്സ്, ആനിമൽസ് പോലുള്ള സീസണൽ ബ്രീഡേഴ്സിൻ്റെ റീപ്രൊഡക്ഷനിലാണ് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. നമ്മൾ പ്ലാന്റ്സിൻ്റെ കേസാണെങ്കിൽ ഇപ്പം വിഷു എന്ന സീസണിൽ വരുമ്പോൾ കണിക്കൊന്നയല്ലേ പൂക്കുന്നത്. അപ്പം ഓണമാകുമ്പം കളർഫുള്ളായിട്ടുള്ള പല ചെടികളും ഫ്ലവറിങ് ചെടികളാണ്. ചെത്തി, ചെമ്പരത്തി അതുപോലുള്ള പല പൂക്കളുമൊക്കെ വിരിയുന്ന സമയമാണ് ഇപ്പോൾ. ഓരോന്നിനും ഓരോ സീസൺസ് ഉണ്ട്. ഏപ്രിൽ സമയത്താണെങ്കിൽ ഏപ്രിൽ ലില്ലി, അതുപോലെ ഓരോ ഫ്ലവേഴ്സ് ആയിരിക്കും. അതിൻ്റേതായ സീസൺസിലൊക്കെ ഫ്ലവറിങ് നടക്കുന്നുണ്ട്. പിന്നെ മൈഗ്രേഷൻ ബേർഡ്സ്, ഇപ്പോൾ ചൂട് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ അവിടെ നിന്നും മൃഗങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക്
നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു. അതിലൊക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ ഗ്രോത്തിൽ, ഡെവലപ്മെൻറ്റിലൊക്കെ അവിടെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഡോർമെൻസി, പിന്നെ മറ്റ് പല ആക്ടിവിറ്റീസിലൊക്കെ നടക്കുന്നുണ്ട്. ദെൻ ഏറ്റവും ലാസ്റ്റത്തെ ഫീച്ചറാണ് എന്ത്? സെല്ലുലാർ ഓർഗനൈസേഷൻ. ലാസ്റ്റല്ല, സെക്കൻഡ് ലാസ്റ്റ് സെല്ലുലാർ ഓർഗനൈസേഷൻ. സെല്ലുലാർ ഓർഗനൈസേഷൻ എന്നത് ലിവിങ് സെൽസിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റാണ്. അത് നമ്മുടെ ലൈഫിലുള്ള ഉടനീളമായിട്ടുള്ള എസെൻഷ്യൽ ലൈഫ് പ്രോസസ്സിൽ ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരു ലിവിങ് സെൽസിൻ്റെ അറേഞ്ച്മെൻറ്റാണ് സെല്ലുലാർ ഓർഗനൈസേഷൻ. നമ്മുടെ ലൈഫിൽ ഉടനീളം നടക്കുന്ന പല പ്രോസസ്സുകളാണ്. ന്യൂട്രീഷൻ ഉണ്ട്, റെസ്പിറേഷൻ ഉണ്ട്, എക്സ്ക്രീഷൻ ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്, റീപ്രൊഡക്ഷൻ ഉണ്ട്. ഇവയെല്ലാം ക്യാരി ഔട്ട് ചെയ്യുന്നത് ഈ സെല്ലുലാർ ഓർഗനൈസേഷനാണ്. ഈ സെല്ലുലാർ ഓർഗനൈസേഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുക? സെൽസ് ഉണ്ടാകുന്നു. ഈ ഒരുപാട് സെൽസ്, ഒരു കൂട്ടം സെൽസ് കൂടിച്ചേർന്ന് ടിഷ്യൂസ് ആയിട്ട് മാറുന്നു. ടിഷ്യൂസ് എല്ലാം കൂടി ചേർന്ന് ഒരു ഓർഗനായി മാറുന്നു. ഓർഗൻ എല്ലാം കൂടി ചേർന്നിട്ട് ഓർഗൻ സിസ്റ്റമായിട്ട് മാറുന്നു. അത് നെർവ് സിസ്റ്റം, അതുപോലെ സ്കെൽറ്റൽ സിസ്റ്റം, അതുപോലെ പല സിസ്റ്റങ്ങളും കാണും. ആ സിസ്റ്റങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഓർഗാനിസമായിട്ട് മാറുന്നത്. ദെൻ ലാസ്റ്റ് വൺ കോൺഷ്യസ്നെസ്. സെൽഫ് കോൺഷ്യസ്നെസ് അല്ല, കോൺഷ്യസ്നെസ് ആണ്. നമ്മൾ എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും കോൺഷ്യസ്നെസ്, അവരുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവബോധമുണ്ട്. ബട്ട് ഹ്യൂമൻ ബീയിങ്സിൻ്റെ കേസിൽ നോക്കുവാണെങ്കിൽ അവർക്ക് അവരുടേതായ ബോധം, സെൽഫ് കോൺഷ്യസ്നെസ് കാണപ്പെടുന്നുണ്ട്. അവർക്ക് അവരുടേതായ കുറിച്ചുള്ള അറിവ്, ബോധം ഉണ്ട്. ചുറ്റുമുള്ളത് മാത്രം അല്ല അവർക്ക് അറിവുള്ളത്, അവർക്ക് അവരുടേതായ അറിവുകളും അവെയറും ആർക്കുണ്ട്? ഹ്യൂമൻ ബീയിങ്സിനുണ്ട്. ഇത്രയുമാണ് ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കിയത്? ലിവിങ് ഓർഗാനിസം എന്താണെന്ന് നോക്കി, അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കി. ലിവിങ് ഓർഗാനിസം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടും? റീപ്രൊഡക്ഷൻ ഉൾപ്പെടും, റെസ്പിറേഷൻ ഉൾപ്പെടും, പിന്നെ എക്സ്ക്രീഷൻ, ന്യൂട്രീഷൻ, ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം കൂടി ചേർന്ന്, പിന്നെ എൻവയോൺമെൻറ്റൽ ചേഞ്ചസ് അനുസരിച്ച് സ്റ്റിമുലൈനെ റെസ്പോൺസ് ചെയ്യാനുള്ള എബിലിറ്റിയുള്ള കഴിവുള്ള ഒരു ലിവിങ് ഓർഗാനിസമാണ്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ്, പലതരം ഫീച്ചേഴ്സ് നമ്മൾ പരിചയപ്പെട്ടു. റീപ്രൊഡക്ഷൻ, മെറ്റബോളിസം, ഗ്രോത്ത്, പിന്നെ മെറ്റബോളിസം, ഫോട്ടോ പീരിയഡ് എഫക്ട്സ്, സെല്ലുലാർ ഓർഗനൈസേഷൻസ്, കോൺഷ്യസ്നെസ്, അങ്ങനെ പല ഫീച്ചേഴ്സ് നമ്മൾ നോക്കിയിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അതിൻ്റെ ടാക്സോണമി എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്, ദെൻ അങ്ങനെ പല കാര്യങ്ങളും, ഹെർബേറിയം പ്രോസസ്സ്, സുവോളജി പാർട്സ്, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ നമുക്ക് നോക്കാം. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്. ബൈ.